ഏവർക്കും ന്യൂസ് ബി ചാനലിൻ്റെ കുപ്പി ക്ലാസും കോലുമിഠായിയും പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ ഗെയിം പോലെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വന്നേക്കുവാണ്. ഞങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയൊക്കെ കാണാറുണ്ടോ? പഴയ സിനിമകളായിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം. പാട്ട് പാടുമോ? പാട്ട് പാടില്ല, കേൾക്കും അല്ലേ? അപ്പോൾ ഞങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ചേട്ടന് കിട്ടുമെന്നൊന്ന് ട്രൈ ചെയ്ത്. അപ്പോൾ ഇത് ഒരു മലയാളത്തിലൊരു സിനിമയാണ്. അപ്പോൾ ഇത് മൂന്നിൻ്റെയും കൂടെ മലയാളത്തിലുള്ള പേര് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സിനിമ പേര് ഏതാന്ന് കിട്ടും. ക്ലൂ വേണം. ദിലീപാണ് ഇതിനകത്ത് നായകൻ. മുഖ്യ നായരുണ്ട്. അത്ര പുതിയ സിനിമയല്ല, ഒരു 90s പരിചയമില്ല. അപ്പം വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, ഒരു സിനിമ പേരാണിത്. പക്ഷെ അതിൻ്റെ അകത്ത് ഏത് സിനിമയാണെന്ന് 2-3 അക്ഷരങ്ങളെ തന്നിട്ടുണ്ട്. കുറച്ച് അക്ഷരം മിസ്സാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ, കറക്റ്റാണ്. അപ്പോൾ ചേട്ടൻ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ട് ജോസഫ് ചേട്ടൻ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. പേരെന്തായിരുന്നു? അൻവർ അല്ലേ? സിനിമയൊക്കെ കാണുമോ? ഞങ്ങളപ്പോൾ ന്യൂസ് ബി ചാനലിൽ നിന്ന് വരുവാണ്. സിനിമയൊക്കെ കാണുന്നത്. പാട്ട് പാടുമോ? പാട്ട് പാടും കേൾക്കും അല്ല? അപ്പം പാട്ട് കേൾക്കുന്ന ആൾക്ക് ഈസി ആയിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമാണ്. പറയാൻ പറ്റില്ല. ഞങ്ങളൊരു പാട്ട് കാണിക്കാം. ബാക്കി ലിറിക്സ് അറിയാം. അതിനകത്ത് 2-3 ലൈന് ഒരു വാക്ക് മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയിട്ടുള്ള വാക്ക് ഏതാണ്? ആകർഷകമായ സമ്മാനം ചോദ്യമല്ല. ഓക്കെ, ഈ ലൈൻ ഇട്ടിരിക്കുന്നതാണ് മിസ്സിംഗ് ആയിട്ടുള്ള. ആ സ്ഥലത്ത് ഏത് വാക്കാണ് വരുന്നതെന്ന് വേണമെങ്കിൽ കുറച്ചിട്ട് പാടി നോക്കിയോ കേട്ടോ. അയക്കോ ട്രൈ ചെയ്ത് കാണിക്കോ? ചെറുപ്പത്തൊട്ട് കേൾക്കുന്ന പാട്ടാണ്. പാടി നോക്കിയാൽ ഒത്തിരി പാടി നോക്കിയാലേ കിട്ടും. അറിയില്ല, കേട്ടിട്ടുണ്ട്. ആ സ്ഥലത്ത് ഏത് വാക്കാൻ വരുന്നത് അറിയില്ല. ഒരു വേറെ കുറച്ച് മാറ്റി ചോദിക്കാം. സിനിമ പേരുകളൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. ഞങ്ങൾ പാട്ട് സിനിമ പേര് അതിനകത്ത് ഒരക്ഷരം മിസ്സിംഗ് ആയിട്ട് അക്ഷരങ്ങൾ ചേർത്തിട്ട് അത് ഏത് സിനിമ ആണ്? രസികനാണ് കറക്റ്റ് ഉത്തരവാണ്. അപ്പം പേര് അൻവർ അല്ലേ? അപ്പം അൻവറിന് സെൻറ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ഒരു ഇതിലെ ആകർഷകമായ സമ്മാനമുണ്ട്. താങ്ക് യു. ആൻമരിയ അമ്മയ അനയും ചേച്ചി എനിക്കാണോ ആണല്ലേ? അപ്പം ടൗണിൽ കറങ്ങാൻ ഇറങ്ങിയതാണോ വൈകുന്നേരം? സ്കൂളിൽ പോയത് ഇന്ന് അവധിയാണ് അല്ലേ? ഒക്ടോബർ ഗാന്ധി ജയന്തിയുടെ അവധിയാണ് അല്ലേ? സ്കൂളിൽ ഒന്നും പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല. സേവനം അങ്ങനത്തെ ഒന്നും വൃത്തിയാക്കൽ അങ്ങനെ ഒന്നും നിങ്ങൾ ഓൾറെഡി എപ്പോഴും ഇന്നലെ വൃത്തിയാക്കിയിട്ട് വന്നു അല്ലേ? അപ്പോൾ കുഴപ്പമില്ല. അപ്പം ഞങ്ങളുണ്ടല്ലോ, നിങ്ങളൊരു ചെറിയ ഗെയിമുമായിട്ട് വന്നേക്കണം. ഗെയിമൊക്കെ ഇഷ്ടമല്ലേ? സിനിമ കാണുമോ? നിങ്ങൾ കാണുമായിരിക്കുമല്ലോ. പുതിയ സിനിമ ഏതൊക്കെ കണ്ടു? ഏറൊക്കെ കണ്ടല്ലേ? ആ, അപ്പം ഞങ്ങൾ പാട്ട് പാടുമോ? ആരെ പാട്ട് പാടുന്ന കൂട്ടത്തിൽ? പാടി ഒരു പാട്ട്. അങ്ങനെ പാടില്ല, ചെറുതായിട്ട് പാടിയാണ്. ഓർക്കൊക്കെ അറിയാൻ ഓർക്കാത്തോണ്ടാണ്. ഏത് പാട്ട് പാടില്ല? ഒരു പാട്ട് ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അതുമായി ആ പാട്ട് പാടാവോ നോക്കാം. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു സിനിമ പാട്ട് കാണിക്കും. അതിൽ ഒരു വരി മിസ്സിംഗ് ആണ്. ആ വരിയെല്ലാം വാക്ക് മിസ്സിംഗ് ആണ്. ആ വാക്ക് ഏതാണ്? പാട്ട് പാടി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പം പാട്ടുമാവും, ചോദ്യത്തിന് ഉത്തരവാകും, സമ്മാനമാകും. പാട്ട്
മൈക്ക് ശരിക്കും വന്നില്ലായിരുന്നു. അതൊന്നും പറയാമോ? കുഞ്ഞിടം കയ്യിൽ മെല്ലെ നമ്മൾ എനിക്ക് ചെയ്യും. നമ്മളെങ്ങനെ എടുക്കും കായലിൽ വീണ സാധനം? കോരി എടുക്കുന്നോ? അങ്ങനെയല്ലേ പറയണ്ടേ? അപ്പൊ നമുക്ക് അമ്മയ്ക്കും സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ഒരു ആകർഷകമായ സമ്മാനമുണ്ട്. വാങ്ങണടിയല്ലേ? ഓക്കെ. പേരെന്തായിരുന്നു? അപ്പം ഞങ്ങള് ന്യൂസ് ബി ചാനലിന്റെ കുട്ടിക്കാലത്ത് പോലും സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യം സിനിമയിൽ കാണുന്നത് പാട്ടാണോ? ഒരു പാട്ട് ഒരു ചോദ്യം എല്ലാവരും ഒരുമിച്ചായിട്ട് സമയം പോയെന്നാണ് ആളെ പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് തീർക്കാം അല്ലേ? അപ്പോൾ ഞങ്ങളൊരു സിനിമ പാട്ടാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് ഒരു വാക്ക് മിസ്സിംഗ് ആണ്. പാടി നോക്കുമ്പോൾ അത് കിട്ടും. അപ്പോൾ പാട്ടുമാകും ഉത്തരവാകും സമ്മാനമാകും. ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, പാട്ട് അടിപൊളിയാണല്ലേ? അപ്പോൾ ഏതായിരുന്നു നമുക്ക് വേണ്ടത്? കരിമണി സിനിമ കണ്ടില്ല. നമുക്ക് തിരുമണി ചെറുതായിട്ട് തെറ്റിപ്പോയി. ഒന്നുകൂടെ സംശയം. സോറി, മാറ്റം. വീണ്ടും ഒരു പാട്ടോട് പാടേണ്ടി വരുവേ. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്നാ പിന്നെ ഇതൊന്ന് പാടി നോക്കിയിട്ട്. ഓക്കെ, കറക്റ്റാണ്. അപ്പം രണ്ടാമത്തെ ചോദ്യം അല്ലിയാമ്പൽ കടവില എന്നൊരു ആ പാട്ടായിരുന്നു. അപ്പം അതിൽ കറക്റ്റായിട്ട് തന്നെ നിഖില ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിഖിലയ്ക്ക് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിട്ട് തോന്നുന്നല്ലേ? അപ്പോൾ ഞങ്ങൾ ന്യൂസ് ബി ചാനലിൽ നിന്ന് വരുവാണ്. ഞങ്ങൾ ചെറിയൊരു ഗെയിമാണ്. സിനിമയൊക്കെ കാണും. അതൊക്കെ ഫോട്ടോ ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ സിനിമ കാണാൻ സമയം കിട്ടും. സിനിമയാണ് പോകണം. പക്ഷെ നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടോ? അല്ലേ? പാട്ട് പാടുമോ? ചെറുതായിട്ട് പാടും. ഇല്ല, മുഖം കണ്ടാൽ തന്നെ അറിയാം ചെറുതായിട്ട് പാടുമെന്ന് തോന്നുന്നു. ഒന്ന് ട്രൈ ചെയ്യുന്നോ? ചെറുതായിട്ട് അറിയാവുന്നൊരു പാട്ട് പാടും. പഠിക്കും. ഒരു 4 വരും. ഞങ്ങളൊന്നൊരു കാര്യം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ പാട്ട് സിനിമാ ഗാനവുമായി ബന്ധപ്പെട്ടാണ്. എനിക്ക് എന്തായാലും അറിയുന്നൊരു പാട്ടാണ്. അപ്പോൾ പാട്ട് പാടിയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടും ആവും. ഓക്കെ അല്ലേ? അപ്പോൾ ഞങ്ങൾ കാണിക്കുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു വരിയില്ല, ഒരു അക്ഷരമില്ല, ഒരു വാക്കില്ല. അപ്പോൾ ചേച്ചിക്ക് ഇത് പാടി നോക്കുമ്പോൾ ആ വാക്ക് ഏതെങ്കിലും കിട്ടും. പാട്ടുമാകും, ചോദ്യത്തിന് ഉത്തരവാകും, സമ്മാനമാകും. ശരിയല്ലേ? ആ, ചേച്ചിക്ക് ഓട്ടോ ഓടിക്കൽ മാത്രമല്ല വശം, പിന്നെന്താണ് പാട്ട് പാടി. ഇനി വേറെ എന്തൊക്കെ ചേച്ചി ഡാൻസ് ചെയ്യുമോ? ഞങ്ങൾ ഡാൻസ് ചെയ്യിപ്പിക്കില്ല, ചോദിച്ചതാണ്.
അപ്പോൾ ചേച്ചി കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു വിട്ടു. ഞങ്ങൾ ഇവിടെ ഒരു വാക്ക് മിസ്സിംഗ് ആയിട്ടാണ് ഇട്ടിരുന്നത്. ചേച്ചി കറക്റ്റായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചിക്ക് സെൻറ് മേരീസ് നഴ്സിംഗ് കോളേജിൽ നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്. ചേച്ചി പേരെന്നായിരുന്നു? പുഷ്പാമോഹൻ. പുഷ്പാമോഹൻ ചേച്ചി ഇവിടുത്തെ മെമ്പറാണ്. പ്രവർത്തനങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ന്യൂസ് ഡേ ചാനലിൽ നിന്ന് വരുവാണ്. ഞങ്ങളുടെ കോൽമിഠായും കുപ്പി ക്ലാസും കോൽമിഠായി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണിത്. അതൊരു ഗെയിമാണ്, ചോദ്യം കേട്ടില്ലേ. അപ്പൊ ചേച്ചി സിനിമയൊക്കെ കാണുന്നല്ലേ? അപ്പൊ സിനിമ പാട്ട് പാടുന്നതാണോ? മെമ്പർ മാത്രമല്ല, കൂടെ പാട്ടും കൂടെ സൈഡായിട്ടൊക്കെ പാടുമോ? അപ്പൊ ചേച്ചിയോട് ഞങ്ങള് ഒരു ചോദ്യം, സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഞങ്ങളൊരു സിനിമ പേര് കാണിക്കും. അതിന്റെ ഒരു അക്ഷരം മിസ്സിംഗ് ആണ്. ആ അക്ഷരം ഫില്ല് ചെയ്ത് അത് ഏത് സിനിമ പേരാണെന്ന് ചേച്ചി പേര് മറന്നു. ഇത് ഏത് സിനിമ? ഓക്കെ, വെരി ഗുഡ്. കറക്റ്റാണ്. ചേച്ചി മെമ്പറാണ്. സിനിമകളിലൊക്കെ നല്ല ജ്ഞാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ഉത്തരം, നമ്മുടെ പ്രണയവർണ്ണങ്ങൾ എന്ന കറക്റ്റ് ഉത്തരം ചേച്ചി പറഞ്ഞിരിക്കുകയാണ്. പുഷ്പ ചേച്ചി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ഒരു ആകർഷകമായ സമ്മാനമുണ്ട്. താങ്ക് യു. കുപ്പി ക്ലാസും കോൽമിഠായിയുമാണ് ഞങ്ങളുടെ പരിപാടിയുടെ പേര്. അപ്പം അതിന് സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ സിനിമ കാണുവാണ്. പാട്ട് പാടുവോ? പാട്ട് കേട്ടു. അങ്ങനെയാണെങ്കിൽ പുതിയ പാട്ടാണ് പാട്ടിനെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കണമെന്നാണോ ആഗ്രഹം? സിനിമ പേരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം പേരുമായിട്ടുണ്ട്. സിനിമ പേരാണ് പറയേണ്ടത്. പക്ഷെ ആ സിനിമ പേരേതാണ് ഞങ്ങൾ മൊത്തത്തിൽ തന്നിട്ടില്ല. അതിന്റെ 2-3 അക്ഷരം മിസ്സിംഗ്. ആ സിനിമ പേര് ഏതാണ് കണ്ടുപിടിച്ചോ? താഴെ ചെറിയൊരു ക്ലൂ തന്നിട്ടുണ്ട്. അത് കാണാൻ ചോദ്യം പോലെ കാണുന്ന പാട്ടിന് ഉത്തരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം തരുന്ന രീതിയാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജിന്റെ പേര് ചേട്ടന്റെ പേരെന്നായിരുന്നു? ചേട്ടൻ സിനിമയൊക്കെ കാണോ? പഴയ സിനിമയാണോ പുതിയ സിനിമയാണോ? പഴയ സിനിമ ഇഷ്ടം. പാട്ട് പാടുമോ? ചെറുതായിട്ട് പാടുമായിരിക്കും. ചെറുതായിട്ട് മോളും അത് മതി. എന്നൊക്കെ ഒരു പാട്ട് പാടുമോ? പഴയ പാട്ട് പാടിയാണോ? ഇല്ല, പാട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ചോദിച്ചായിട്ട് ഒരുപാട് സിനിമ കാണുമെന്ന് പറഞ്ഞത് കൊണ്ട് അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നത്. ഞങ്ങളുടെ പരിപാടിയുടെ പേരെന്ന് പറഞ്ഞാൽ കോൽമിഠായും കുപ്പി ക്ലാസും ന്യൂസ് ചാനലിന്റെ പരിപാടിയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ആ സിനിമ പേരിൽ ഒരു അക്ഷരം മിസ്സിംഗ് ആയിരിക്കും. ആ അക്ഷരം മിസ്സിംഗ് ഏത് അക്ഷരമാണ് കണ്ടുപിടിച്ചിട്ട് ആ സിനിമ ഏതാണ് ചേട്ടൻ പറഞ്ഞു കാണിക്കട്ടെ. പാട്ട് പാടുകയാണെങ്കിൽ ഒരു പാട്ട് കാണിക്കാം. അതിൻ്റെ അതൊരു വാക്ക് മിസ്സിംഗ്. ആ പാട്ട് പാടി ചേട്ടൻ മനസ്സിലെന്താണെന്ന് ആ പാട്ട് അറിയാമായിരിക്കും ഉറപ്പായിട്ടും. അപ്പം ആ പാട്ടൊന്ന് മനസ്സിലോ പുറത്തോ ഒറ്റയ്ക്കുണ്ട്, പുറത്ത് പാടാം. പാടി കഴിയുമ്പോൾ ആ വാക്ക് കിട്ടും. പാടി നോക്കിക്കോ ഒറ്റയ്ക്ക്. അവിടെയായിരുന്നു നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ഇരിക്കുന്നത്. കുഞ്ഞിളം കയ്യിൽ വെള്ളേ അവിടെ എന്തായിരിക്കും?
വീണാൽ എന്താ കാര്യം നമുക്ക് എടുക്കാൻ പറ്റുമോ? അതെ, കായലിൽ വീണ സാധനത്തിന് നമ്മള് കാര്യം എടുക്കാൻ പറ്റുമോ? കോരി എടുക്കാവോ? അതെ, അപ്പൊ നമുക്ക് കായലിൽ വീണത് കോരിയാണ് നമ്മൾ എടുക്കുന്നത് ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ചേട്ടൻ പേരാണ് പ്രകാശൻ ചേട്ടന് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജിൽ നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്.